ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസമുണ്ടായ അതിഭീകരമായ ബോംബാക്രമണം അവരുടെ ആയുധപ്പുര മുഴുവൻ കത്തിച്ച് ഇതിനേറെ പറയുന്നു ഭൂകമ്പ തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭീകരാക്രമണമായി തന്നെ മാറിയിരിക്കുന്നു. റിക്ടർ സ്കെയിലിൽ തീവ്രത 3 രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശക്തിയേറിയ ബോംബാക്രമണത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാനായിട്ടുള്ള സൂചനകൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ തന്നെയാണ് മറുഭാഗത്ത് ഇസ്രയേലിന് നേർക്ക് ഹൂതി വിമതരുടെ ഒരാക്രമണം ഉണ്ടാകുന്നുവെന്നും ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈലുകളടക്കം തൊടുത്തുവിട്ടു എന്നുകൂടി റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ടാർട്ടസിലെ ആയുധപുരയിലെ സ്ഫോടനം ഏകദേശം 820 കിലോമീറ്റർ അകലെ തുർക്കിയിലെ ഇസ്നിംഗിലുള്ള മാഗ്നോമീറ്റർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയെന്നാണ് ഒരു സ്വതന്ത്ര ഗവേഷകൻ റിച്ചാർഡ് കൊഡാരോ എക്സ് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭൂകമ്പ തീവ്രത എത്ര എന്നുള്ളത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് 3 രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂണിറ്റ്. ഒരു കനത്ത ആക്രമണം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയ വ്യാപ്തി തന്നെയാണ് ഇപ്പോൾ നമുക്ക് തുർക്കിയിൽ നിന്നും മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത്. സിറിയയിൽ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിന്റെ ഏകദേശം ഒരു 12 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2012 ശേഷം ഇസ്രയേൽ സിറിയയിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായി തന്നെ ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സൈനിക കേന്ദ്രങ്ങളെയും ആയുധശാലകളെയും ഒക്കെ തന്നെ, പ്രധാനമായും മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആയുധങ്ങൾ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തങ്ങൾക്ക് നേരെ നാളെ ഒരു സമയത്ത് എടുത്തു പ്രയോഗിക്കാനായി വിമതർ തയ്യാറാകുമോ എന്ന ഭയം തന്നെയായിരിക്കും, ആശങ്ക തന്നെയായിരിക്കും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ കൈക്കൽ എത്തുമോ എന്നുള്ള ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത്. സിറിയയുടെ ആധുനിക ആയുധങ്ങൾ ഹിസ്ബുള്ള അടക്കമുള്ള സായുധ സംഘങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇസ്രയേൽ നോക്കിക്കണ്ടു, മുൻകൂട്ടി കണ്ടു. അതനുസരിച്ച് തന്നെയാണ് ഈ ആക്രമണവും. സിറിയയിൽ വിമതർ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. നേരത്തെ ഹിസ്ബുള്ളയ്ക്ക് നേർക്ക്, സിറിയയിൽ ഉണ്ടായിരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേർക്കായിരുന്നു ഈ ആക്രമണമെങ്കിൽ ഇപ്പോൾ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുന്ന രീതിയിൽ തന്നെയാണ് ആക്രമണം കനപ്പിക്കുന്നത്. അതേസമയം മറുഭാഗത്താണ് ഇസ്രയേലിനെതിരെ പടപൊരുതാനായി ഒരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കലങ്ങിത്തെളിയുമെന്നുള്ള പ്രത്യാശ ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇത് അവസാനിക്കരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് യമനിലെ ഹൂതികൾ ആക്രമണം വർദ്ധിപ്പിച്ചത്. മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണെന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ രാജ്യാന്തര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇസ്രയേൽ സൈന്യം ഗാസയ്ക്കെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെ സൈനിക നടപടി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഹൂതികൾ പറയുന്നത്. ഹമാസ് അടക്കം പലസ്തീനിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനും ഒരു ഉടമ്പടിയിലെത്തി ബന്ദികളെ കൈമാറി ഇതെന്നേക്കുമായി അവസാനിപ്പിക്കാനുമുള്ള നീക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഹൂതികൾ വീണ്ടും ആക്രമണം തൊടുത്തുവിട്ടതെന്നാണ് ഒരു ഭാഗം ആളുകൾ ആരോപിക്കുന്നത്. പലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യം മറ്റാരുമല്ല വ്യക്തമാക്കുന്നത്, ഹൂതി സൈനിക വക്താവ് യഹിയ സാരി തന്നെയാണ് ഒരു ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം എടുത്തു പറയുന്നത്.